ഡിവൈഡഡ് ബൈ 9. ആ HCF റൈറ്റ് സൈഡിലേക്ക് മാറുന്നു. ഡിവൈഡ് ബൈ 9 ആയിട്ട് മാറി. HCF ഇൻറ്റു LCM ഈക്വൽ ടു 306 ഇൻറ്റു 657 ആണ്. അപ്പൊ LCM ഈക്വൽ ടു കണ്ടുപിടിക്കണം. LCM എന്ന് നമ്മൾ അവിടെ എഴുതി വെച്ചു. LCM നമുക്ക് അറിയത്തില്ല. ഇനി ദെൻ ആ HCF 9 ആണ് നമുക്കറിയാം. ഹായ്, ഇന്നത്തെ വീഡിയോ CBC 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പേഴ്സ്. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സും പ്രധാനപ്പെട്ട കുറേ പ്രോബ്ലംസും ഒക്കെയാണ് ഇന്ന് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് പോവാം. Find the LCM and HCF of the following integers by applying the prime factorization method. Prime factorization ചെയ്ത് LCM ഉം HCF ഉം കണ്ടുപിടിക്കുക. 8, 9 and 25. അപ്പോൾ 8, 9, 25 ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്ത് ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാതെ തന്നെ അറിയാവുന്ന ഫാക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. 8 ഈസ് ഈക്വൽ ടു 2 into 2 into 2. 2 raised to 3 ആണ് 8ന്റെ ഫാക്ടേഴ്സ്. ഇൻറ്റു 1 എഴുതിയില്ലേ കുഴപ്പമില്ല, 1 കൂടെ എഴുതി വെക്കുന്നു. അപ്പം ഒരു 1 എല്ലാത്തിലുള്ള ഫാക്ടർ ആയിരിക്കും. ഇനി 9ന്റെ 3 into 3 into 1 എന്ന് എഴുതാം. അപ്പൊ 3 raised to 2 into 1. ഇനി 25 5 into 5 ആണ് നമുക്കറിയാം. അപ്പൊ 5 raised to 2 into 1. അതുകൊണ്ട് HCF എന്ന് പറയുമ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പൊ ഇതിൽ കോമൺ ഫാക്ടർ ആയിട്ടുള്ള ഏതൊക്കെ നോക്കാം. അപ്പം പ്രൊഡക്റ്റ് ഓഫ് കോമൺ ഫാക്ടേഴ്സ് റൈസ് ടു ലീസ്റ്റ് പവേഴ്സ്. അപ്പൊ ഇവിടെ കോമൺ ആയിട്ട് ഇതിൽ ഫാക്ടേഴ്സ് ഉണ്ടോ? ഒന്നുമില്ല. കാരണം ഈ 1 മാത്രമല്ലാതെ മറ്റൊരു നമ്പറും, അത് 2 raised to 3 ആണ് 8ന്റെ ഉള്ളത്. അപ്പൊ അതിൽ 9ലും 25ലും 2 ഇല്ല. അതുപോലെ 3 8ലും 25ലും ഇല്ല. അതുപോലെ 5 9ലും 8ലും ഇല്ല. അപ്പൊ പിന്നെ ഉള്ളത് ഇവിടെ ഈ നമ്പറിന്റെ കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ അത് 1 മാത്രമാണ്. അപ്പോൾ ഇതിന്റെ HCF എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 1 ആണ്. പ്രൊഡക്റ്റ് ഓഫ് ഓൾ ദ പ്രൈം ഫാക്ടേഴ്സ് റൈസ് ടു ഹയസ്റ്റ് പവേഴ്സ്. അപ്പൊ പ്രൈം ഫാക്ടറിൽ HCF നമ്മൾ കോമൺ ഫാക്ടേഴ്സ് ആണ് നോക്കുന്നത്. അപ്പൊ ഇവിടെ 8ലും 9, 25ലും കോമൺ ഫാക്ടർ ആയിട്ട് 1 അല്ലാണ്ട് ഒരു നമ്പർ പോലും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ 1 HCF എടുത്തത്. ഈ LCM എടുക്കുമ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ നടത്തി കിട്ടിയ, അതായത് നമുക്കിത് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാതെ തന്നെ നമുക്ക് അറിയാവുന്ന നമ്പർ ആയതുകൊണ്ട് നമ്മൾ നേരെ എഴുതി വെച്ചു. അവിടെ 2ന്റെ ഹയസ്റ്റ് 2 raised to 3 ആണുള്ളത്. അതുപോലെ 3യുടെ 3 raised to 2 ഉണ്ട്. പിന്നെ 5 സ്ക്വയർ ആണുള്ളത്. പിന്നെ മറ്റു നമ്പറുകളൊന്നുമില്ല. അപ്പൊ ഇതെല്ലാം കൂടെ ചെയ്ത് നമുക്ക് LCM കിട്ടും. ഇപ്പൊ 2 raised to 3 into 3 raised to 2 into 5 raised to 2 1800 കിട്ടും. അതാണ് ഇതിന്റെ LCM. Next question, find the LCM and HCF of the following integers by applying the prime factorization method. 12, 15 and 21. ഇപ്പൊ 12നെ പ്രൈം ഫാക്ടേഴ്സ് നടത്തുന്നു. 12 എഴുതി സൈഡിൽ നോക്കാം. 2 കൊണ്ട് ആദ്യം ചെയ്യുന്നു. അപ്പോ 2 കൊണ്ട് ചെയ്തപ്പോ 6 കിട്ടി. ഇനി 6നെ വീണ്ടും 2 കൊണ്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 3 കിട്ടുന്നു. അപ്പൊ അവിടെ പ്രൈം നമ്പർ കിട്ടി. എങ്കിലും 3നെ 3 കൊണ്ട് ചെയ്ത് 1 വരെ എഴുതുന്നത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി എഴുതുന്നു മാത്രം. ഇപ്പൊ 2 into 3 ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ 12 ഈക്വൽ ടു 2 into 2 2 സ്ക്വയർ into 3. അപ്പൊ 12ന്റെ ഫാക്ടേഴ്സ് കിട്ടി. ഇനി 15 വേണം. 15നെ പ്രൈം ഫാക്ടേഴ്സ് ചെയ്യുന്നു. 15 അപ്പൊ 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല 15നെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നമ്പർ 3 കൊണ്ട് നോക്കുന്നു. 3 കൊണ്ട് ചെയ്തപ്പോ 5 കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ട, കാരണം 5 എന്നുള്ളത് പ്രൈം നമ്പർ ആണ്. വീണ്ടും 5 കൊണ്ട് ചെയ്തിട്ട് 1 എന്ന് ചെയ്യുന്നവരെ എഴുതി വെക്കുന്നു മാത്രം. അപ്പൊ 1 കിട്ടി. അപ്പൊ 3 into 5 ആണ് 15ന്റെ ഫാക്ടേഴ്സ്. അത് എഴുതി വെക്കാം. 3 into 5 ആണ് 15. ഇനി അടുത്തത് 21ന്റെ ഫാക്ടറൈസ് ചെയ്ത് 21 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നെക്സ്റ്റ് 3 കൊണ്ട് ചെയ്യാം. 21ന്റെ 3 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3 നമുക്ക് 7 എന്ന ആൻസർ കിട്ടും. 7ഉം പ്രൈം നമ്പർ ആണ്. ഇനി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 7 തന്നെ എഴുതിയിട്ട് 1 ആക്കി ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ 3 into 7 ആണ് 25ന്റെ ഫാക്ടേഴ്സ്. 21ന്റെ ഫാക്ടേഴ്സ്. ഇനി HCF ഉം LCM ഉം കണ്ടുപിടിക്കാം. HCF ഓഫ് 12, 15 and 21. അപ്പൊ ഇവിടെ നോക്കുക, ആകെ കോമൺ ആയിട്ട് 3 എന്ന് പറയുന്ന നമ്പർ മാത്രമേ ഉള്ളൂ. 12ൽ 2 സ്ക്വയർ ഉണ്ട്. പക്ഷേ 15ലും 21ലും 2 ഇല്ല. അപ്പൊ നമുക്ക് 2നെ എടുക്കാൻ പറ്റില്ല. പിന്നെ 12ൽ 3 ആണുള്ളത്. ആ 3 15ലും ഉണ്ട്, 21ലും ഉണ്ട്. അപ്പൊ ആ ഒരു 3നെ എടുക്കും. പിന്നെ അടുത്ത നമ്പർ 5ഉം 7ഉം ആണ്. അത് 5 21ലും 12ലും ഇല്ല. അതുപോലെ 7 15ലും 12ലും ഇല്ല. അപ്പൊ നമുക്ക് 5നെയും 7നെയും 2നെയും ഒന്നും എടുക്കാൻ പറ്റില്ല. കോമൺ ഫാക്ടർ ആണ്. കോമൺ ആയിട്ടുള്ളത് അവിടെ 3 മാത്രമേ ഉള്ളൂ. അത് ഓരോന്നിലും ഒരു പ്രാവശ്യമേ 3 വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ 3 ആണ് ഇതിന്റെ HCF എന്ന് പറയുന്നത്.
പ്രൊഡക്റ്റ് ഓഫ് കോമൺ ഫാക്ടേഴ്സ് റൈസ് ടു ലീസ്റ്റ് പവർ. ഇനി എൽ സി എം കണ്ടുപിടിക്കുന്നു. ഫാക്ടേഴ്സ് നടത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം. അപ്പോ 3 എല്ലാത്തിലും ഓരോ പ്രാവശ്യമുണ്ട്. അപ്പൊ 3 എഴുതി. 3 ഇൻറ്റു ഇനി 2 15ലും 21ലും ഇല്ലെങ്കിലും എൽ സി എം ആയതുകൊണ്ട് നമ്മൾ ആ 2നെ എടുക്കണം. 2 ഏറ്റവും കൂടുതലുള്ള ഏതിലാണോ അതാണ് എടുക്കേണ്ടത്. 1 മാത്രമേ ഉള്ളൂ, അത് 2 സ്ക്വയർ ആണ്. അപ്പൊ 2 സ്ക്വയർ എടുത്തു. ഇൻറ്റു അടുത്തത് നമുക്ക് 5ഉം 7ഉം നോക്കണം. 5 ഒരു പ്രാവശ്യമേ ഉള്ളൂ, 5 എടുത്തു. പിന്നെ 7 എടുക്കുന്നു. അപ്പോ എൽ സി എമ്മില് കോമൺ ഫാക്ടർ അല്ല, എല്ലാ പ്രൈം ഫാക്ടേഴ്സിലും എല്ലാം എടുക്കണം. അത് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് എടുക്കണം. അപ്പോ 3 ഇൻറ്റു 2 സ്ക്വയർ ഇൻറ്റു 5 ഇൻറ്റു 7 ഈക്വൽ ടു 420 നമുക്ക് ആൻസർ കിട്ടും. പ്രൊഡക്റ്റ് ഓഫ് ഓൾ ദ പ്രൈം ഫാക്ടേഴ്സ് റൈസ്ഡ് ടു ഹയസ്റ്റ് പവേഴ്സ്. ഏറ്റവും പവർ കൂടിയതാണ്. ഇപ്പൊ ഇവിടെ എങ്ങനെ ഈ ക്വസ്റ്റിനകത്ത് വ്യത്യാസങ്ങളൊന്നുമില്ല. 2 സ്ക്വയർ ആണ്. 3 നമ്മൾ എടുത്തിട്ടുണ്ട്. 3 HCF തന്നെ എല്ലാത്തിലും ഉള്ള 3 ആണ്. പിന്നെ 5 7 ഓരോ പ്രാവശ്യമേ ഉള്ളൂ, അതെടുത്തു. അതിനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ LCM കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, given that HCF of 306 and 657 equal to 9, find LCM. അപ്പൊ HCF കിട്ടി, അറിയാം. ഇനി LCM കണ്ടുപിടിക്കണം. അപ്പോ ചാപ്റ്ററിൽ പറയുന്നുണ്ട് HCF-ഉം LCM-ഉം അതുപോലെ ഈ നമ്പറിന്റെ പ്രൊഡക്റ്റും തമ്മിലുള്ള ഒരു റിലേഷൻ പറയുന്നുണ്ട്. ആ റിലേഷൻ വെച്ചിട്ട് നമുക്കത് കണ്ടുപിടിക്കാം. HCF തന്നിട്ടുണ്ട്, നമ്മൾ എടുത്തെഴുതുന്നു. 9 ആണ്. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞ റിലേഷൻ, റിലേഷൻ, ആ റിലേഷൻ ഇതാണ്. HCF ഇൻറ്റു LCM ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് നമ്പർ ആണ്. HCF ഓഫ് എയും ബിയും അതുപോലെ LCM ഓഫ് എയും ബിയും അത് മൾട്ടിപ്ലൈ ചെയ്താൽ HCF-ഉം LCM-ഉം മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് നമ്പറിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പൊ HCF ഇൻറ്റു LCM ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പർ, അതാണ് എ ഇൻറ്റു ബി എന്ന് എഴുതിയത്. ഇൻറ്റു LCM ഈക്വൽ ടു അതാണ് പ്രൊഡക്റ്റ്. അപ്പൊ എന്ത് ചെയ്യണം, ഈ പ്രൊഡക്റ്റ് ഈ രണ്ട് നമ്പറിന്റെ പ്രൊഡക്റ്റ്, അതായത് രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ HCF ഇൻറ്റു LCM എന്ന് പറയുന്നത് 306 ഇൻറ്റു 657 ആണ്. അതിൽ നമുക്ക് HCF അറിയാം. അപ്പൊ HCF-ന്റെ വാല്യൂ നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് LCM ഈക്വൽ ടു എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ നമുക്ക് LCM കണ്ടുപിടിക്കാം. Therefore LCM ഈക്വൽ ടു 306 ഇൻറ്റു 657 ഡിവൈഡഡ് ബൈ 9. ആ HCF റൈറ്റ് സൈഡിലേക്ക് മാറുന്നു, ഡിവൈഡ് ബൈ 9 ആയിട്ട് മാറി. HCF ഇൻറ്റു LCM ഈക്വൽ ടു 306 ഇൻറ്റു 657 ആണ്. അപ്പൊ LCM ഈക്വൽ ടു കണ്ടുപിടിക്കണം. LCM എന്ന് നമ്മൾ അവിടെ എഴുതി വെച്ചു, LCM നമുക്ക് അറിയത്തില്ല. ഇനി ദെൻ ആ HCF 9 ആണ് നമുക്കറിയാം. ആ 9നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മാറ്റുന്നു. ഈക്വൽ ടു അതിനെ കട്ട് ചെയ്ത് കളയാം. 9നെയും കട്ട് ചെയ്ത് 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 102 താഴെ 3 കിട്ടി. ഇനി അതിനെ വീണ്ടും നമുക്ക് 3 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പൊ 34 കിട്ടുന്നു. അപ്പോ ഇനി ഡിനോമിനേറ്ററിൽ ഒന്നുമില്ല. 34 ഇൻറ്റു ഈ 657 നമുക്ക് ചെയ്താൽ മതി. അപ്പോ ഈക്വൽ ടു 22338 22,338 ആണ് ഈ രണ്ട് നമ്പറിന്റെ LCM.